ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നെക്സ്റ്റ് സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മളൊരു 3 ക്വസ്റ്റ്യനാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് അത് മൂന്നും ബേസ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ബുക്ക് വാല്യൂം, അതേപോലെ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്, റീറ്റെയിൻ ഏർണിങ്സിൻ്റെ കാൽക്കുലേഷൻ കൂടി വരുന്ന മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് 3 വരുന്നത്. ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. From the following capital structure of a company, calculate the overall cost of capital using book value weight and market value weight. Equity share capital rupees 10 per share, book value 45,000, market value 90,000. Retained earnings 15,000, preference share capital, book value 10,000, market value 10,000. Debentures, book value 30,000, market value 30,000. The after-tax cost of different sources of finance is as follows: equity share capital 14%, retained earnings 13%, preference share capital 10%, and debentures 5%. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ വി നോ ദാറ്റ് ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യനിൽ വി ആർ ഡീലിംഗ് വിത്ത് 2 പാർട്സ്, ബുക്ക് വാല്യൂ വെയ്റ്റ് കാൽക്കുലേഷനും അതേപോലെ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് കാൽക്കുലേഷനും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആദ്യത്തെ എ പാർട്ട് ബുക്ക് വാല്യൂ വെയ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ WACC കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. വി നോ ദ ഫോർമുല ഓഫ് WACC സിഗ്മ WC, വെയ്റ്റ് ഇൻറ്റു കോസ്റ്റ് ആണ്. പ്രൊപ്പോർഷൻ ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് WC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെയ്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ ചെയ്യുന്നതാണ് WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വെയ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ എത്രയാണ്, അതിന് ഓരോ ഈച്ച് കമ്പോണൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓർ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊപ്പോർഷൻസ്. ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള പാർട്ടിയെ കുറിച്ച് നമുക്ക് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊപ്പോർഷൻസ്, ബുക്ക് വാല്യൂ. അത് നമ്മളിതിൽ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ 4 കമ്പോണൻസ് വരുന്നുണ്ട് ഇതിൽ. അതിൽ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ആസ് പെർ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 45,000 പ്ലസ് 15,000 പ്ലസ് 10,000 പ്ലസ് 30,000, ദാറ്റ് ഈസ് 1 lakh rupees ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് ദി ഓർഗനൈസേഷൻ ആസ് പെർ ബുക്ക് വാല്യൂ. ഈ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേയിൽ ഓരോ കമ്പോണൻറ്റിനും എത്രയാണ് അവരുടെ ഷെയർ പെർസെൻറ്റേജ് വരുന്നത്, ഓരോ കമ്പോണൻറ്റിൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇക്വിറ്റി ഷെയർ 45,000 ഡിവൈഡ് ബൈ 1 lakh, ദാറ്റ് ഈസ് 0.45 ഓർ 45%. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ബുക്ക് വാല്യൂ വരുന്നത് 10,000 rupees ആണ്. 10,000 ഡിവൈഡഡ് ബൈ 1 lakh, ദാറ്റ് ഈസ് 0.1 ഓർ 10%. നമുക്കറിയാം പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഇവരുടെ ഷെയർ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഡെസിമൽ പോയിന്റ്സിൽ എഴുതാം, അതല്ലെങ്കിൽ പെർസെൻറ്റേജിലും എഴുതാം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ 0.45, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ 0.1. നെക്സ്റ്റ് ഡിബെഞ്ചേഴ്സ് കാൽക്കുലേഷൻ. ഡിബെഞ്ചേഴ്സ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 30,000 ആണ്. 30,000 ഡിവൈഡ് ബൈ 1 lakh, 0.3. റീറ്റെയിൻഡ് ഏർണിങ്സ് ബുക്ക് വാല്യൂ 15,000 ഡിവൈഡഡ് ബൈ 1 lakh, 0.15. അപ്പോൾ നമുക്ക് എല്ലാം കമ്പോണൻസിനെയും പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെയിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് റെസ്പെക്റ്റീവ് കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് വെയ്റ്റഡ് കോസ്റ്റ്, ആൻഡ് ഫ്രം ദാറ്റ് വി ക്യാൻ ഒബ്റ്റെയിൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ബുക്ക് വാല്യൂ വെയ്റ്റ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് 45,000, പ്രൊപ്പോർഷൻ 0.45, കോസ്റ്റ് 14%, വെയ്റ്റഡ് കോസ്റ്റ് 6.3. നമുക്കറിയാം വെയ്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് WC ആണ്, പ്രൊപ്പോർഷൻ ആണ് WC എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. W ഇൻറ്റു C, 0.45 ഇൻറ്റു 14, ദാറ്റ് ഈസ് 6.3. ഇതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ് ഓൾറെഡി ക്വസ്റ്റ്യന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 14, റീറ്റെയിൻ ഏർണിങ്സ് 13, പ്രിഫറൻസ് ഷെയർ 10 ആൻഡ് ഡിബെഞ്ചേഴ്സ് 5% എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പ്രൊപ്പോർഷനും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടിനെയും പ്രൊപ്പോർഷനെയും കോസ്റ്റിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് ലഭിക്കും. റീറ്റെയിൻഡ് ഏർണിങ്സ് പ്രൊപ്പോർഷൻ 0.15, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 13%, വെയ്റ്റഡ് കോസ്റ്റ് 0.15 ഇൻറ്റു 13, 1.95. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വെയ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 0.1, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് 10%, 0.1 into 10, weighted cost 1. Debentures 0.3, after tax cost
5, weighted cost 0.3 into 5, 1.5. അപ്പോൾ നമുക്ക് 4 കമ്പോണൻസിൻ്റെയും വെയ്റ്റഡ് കോസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് WACC, സിഗ്മ WC ചെയ്താൽ മാത്രം മതി. വി ക്യാൻ ഗെറ്റ് WACC അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 6.3 plus 1.95 plus 1 plus 1.5, that is 10.75 ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 10.75% WACC എന്ന് പറയുന്നത്. ബുക്ക് വാല്യൂ വെയ്റ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ എളുപ്പമുള്ള ഒരു പോർഷനാണ് ബുക്ക് വാല്യൂ വെയ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്. അതിൽ റീറ്റെയിൻഡ് ഏർണിങ്സിനോട് കാൽക്കുലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്കറിയാം റീറ്റെയിൻഡ് ഏർണിങ്സിന് മാർക്കറ്റ് വാല്യൂ കാൽക്കുലേഷൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, റീറ്റെയിൻഡ് ഏർണിങ്സിന് മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതിനുശേഷം ആ മാർക്കറ്റ് വാല്യൂവിനെ ബുക്ക് വാല്യൂ, ഇക്വിറ്റി ഷെയറിൻ്റെ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ബുക്ക് വാല്യൂ ബേസിസിൽ ആ ഒരു പ്രപ്പോർഷനിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ബുക്ക് വാല്യൂ വെയ്റ്റ്സ് പ്രകാരം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 45,000:15,000 ആണ്. അതായത് 3:1. ഒന്നുകൂടി പറയാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 45,000 ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് 15,000 ആണ്. അവർ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 45:15, ദാറ്റ് ഈസ് 3:1 ആണ് പ്രപ്പോർഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് വാല്യൂ വെയ്റ്റ് പ്രകാരമാണ് മാർക്കറ്റ് വാല്യൂയിൽ ഇക്വിറ്റി ഷെയറിന് എത്രയാണ് ടോട്ടൽ വരുന്നത് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയാൽ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 90,000 ആണെന്ന്. അപ്പോൾ ഈ പറഞ്ഞ 90,000നെയാണ് നമ്മൾ 3:1 റേഷ്യോയിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സിനും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊപ്പോർഷൻസ് മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 90,000 rupees. ദ റേഷ്യോ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് 3:1 ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബുക്ക് വാല്യൂ ബേസിൽ, ബുക്ക് വാല്യൂ വെയ്റ്റ് ബേസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സിനെയും പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. 45,000:15,000, that is 3:1. The total market value of retained earnings 90,000 into 1/3. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് 90,000 into 1/4 ആണ്. നമുക്ക് 3:1 റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1/4 ആണ്, 1/3 അല്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് 90,000 into 1/4, that is 22,500. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് 90,000 into 2/4 ആണ്. ക്വസ്റ്റ്യനിൽ ആൻസറിൽ തന്നിരിക്കുന്നതിൽ 2/3 എന്ന് എഴുതിയിരിക്കുന്നത്, അത് തെറ്റാണ്. 2/4 ആണ്. 67,500. ഒന്നുകൂടി ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബുക്ക് വാല്യൂ ബേസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതേപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ റേഷ്യോ ലഭിച്ചു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെ നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേറ്റഡ് റേഷ്യോ പ്രകാരം റീറ്റെയിൻഡ് ഏർണിങ്സിനും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനും വീതിച്ച് കൊടുക്കുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ 90,000 ആണ്. ബുക്ക് വാല്യൂ ബേസിസിൽ റീറ്റെയിൻഡ് ഏർണിങ്സിനും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെയും റേഷ്യോ വരുന്നത് 3:1 ആണ്. ആ 3:1 ബേസിസിൽ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു റീറ്റെയിൻഡ് ഏർണിങ്സിനും അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനും. 90,000 into 1/4, 22,500. 90,000 into 2/4, 67,500. അപ്പോൾ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സിന് മാർക്കറ്റ് വാല്യൂ ലഭിച്ചു. ബാക്കിയുള്ള പ്രിഫറൻസ് ഷെയർ ആൻഡ് ഡിബെഞ്ചേഴ്സിൻ്റെ 10,000 and 30,000 rupees ആണ് മാർക്കറ്റ് വാല്യൂ റെസ്പെക്റ്റീവ്ലി എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്കിനി പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. മാർക്കറ്റ് വാല്യൂ ബേസിസിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് 1,30,000 rupees. അതായത് 90,000 + 10,000 + 30,000. മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്, ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ആണിത്. ഈ ഒരു ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ബേസിസിൽ നമുക്ക് ഈ 4 കമ്പോണൻസിനെയും പ്രപ്പോർഷൻ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് 67,500 ഡിവൈഡഡ് ബൈ 1,30,000, 0.519. റീറ്റെയിൻഡ് ഏർണിങ്സ് 22,500 divided by 1,30,000, 0.173. Preference share 10,000 divided by 1,30,000, 0.077.
Debentures 30,000 divided by 1,30,000 0.231. അപ്പോൾ നമുക്ക് ഈ 4 കമ്പോണൻസിൻ്റെയും ഓരോ കമ്പോണൻറ്റിൻ്റെയും ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രയാണ് ഷെയർ വാല്യൂ വരുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ 0.51 ആണ്, റീറ്റെയിൻഡ് ആണെങ്കിൽ 0.17, പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ 0.07, ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ 0.23. നമുക്കിത് വേണമെങ്കിൽ പെർസെൻറ്റേജിലും എഴുതാം, അതിലും ഒരു മിസ്റ്റേക്ക് ഇല്ല. ഇനി നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. വെയ്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വെയിറ്റേജ് ഇൻറ്റു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ. പ്രൊപ്പോർഷൻ ഇപ്പോൾ തന്നെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. വെയ്റ്റഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ സിഗ്മ അല്ലെങ്കിൽ ആ വെയ്റ്റഡ് കോസ്റ്റിനെ ടോട്ടൽ ചെയ്യുക, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിഫറൻസ് ഷെയർ വെയ്റ്റേജ് 0.077, കോസ്റ്റ് ആണെങ്കിൽ 10%, വെയ്റ്റഡ് കോസ്റ്റ് W ഇൻറ്റു C 0.77, ഇക്വിറ്റി ക്യാപിറ്റൽ 0.519, cost 14%, weighted cost 0.519 into 14, 7.26, retained earnings 0.173, cost 13%, weighted cost 0.173 into 13, 2.25, debentures weightage angle proportion 0.231, cost 5%, weighted cost 0.231 into 5, that is 1.16. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടലാണ്. ദാറ്റ് ഈസ് 0.77 പ്ലസ് 7.26 പ്ലസ് 2.25 പ്ലസ് 1.16, 10.28% ആണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജിൽ എഴുതണം, കാരണം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഇറ്റ് വിൽ ഓൾവേസ് ബി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ഒരു കാര്യം കൂടി, ഇതിൽ നമ്മൾ ഡെസിമൽസ് വരും. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 0.077 ഇൻറ്റു 10 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് ദാറ്റ് 0.77. ഒരു അപ് ടു മാക്സിമം ഓഫ് 2 ഡെസിമൽ പ്ലേസസ് മാത്രം എടുത്താൽ മതി. നമുക്ക് വെയിറ്റേജിൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു 3 ഡെസിമൽ പോയിൻറ്റ്സ് എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ വെയ്റ്റഡ് കോസ്റ്റിലോട്ട് കാൽക്കുലേഷൻ വരുമ്പോൾ മാക്സിമം ഓഫ് 2 ഡെസിമൽ പോയിൻറ്റ്സ് എടുത്താൽ മതി. അതേപോലെ തന്നെ നിയറസ്റ്റ് ഫിഗറിലോട്ട് വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യുകയും ചെയ്യാം, അതിൽ മിസ്റ്റേക്ക് വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Star Limited has the following capital structure as on December 31, 2015. Equity share capital 60,000 shares of rupees 10 each, 6 lakhs. 12% preference share capital 6 lakh, 10% debentures 3 lakhs. Total capital എന്ന് പറയുന്നത് 15 lakhs ആണ് വരുന്നത്. The equity shares of the company are quoted at 102 and the company is expected to declare a dividend of rupees 9 per share for the next year. The company has registered a dividend growth rate of 5%, which is expected to be maintained. Assuming the tax rate applicable to the company at 50%, calculate the weighted average cost of capital. ഈ ഒരു ക്വസ്റ്റിന് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC കാൽക്കുലേഷൻ തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബെഞ്ചേഴ്സാണ് വരുന്നത്. 3 കമ്പോണൻസ് ആണ് വരുന്നത്. 3 കമ്പോണൻസിൻ്റെയും ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് തന്നിരിക്കുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഓഫ് ദ കമ്പനി ആർ കോട്ടഡ് അറ്റ് 102 ആൻഡ് ദ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിക്ലെയർ എ ഡിവിഡൻഡ് ഓഫ് rupees 9 per share for the next year. The company has registered a dividend growth rate of 5%. Tax rate 50%. അപ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പാർട്ട് നമുക്ക് വേണ്ടത് അതായത് പ്രൊപ്പോർഷനാണ്. ഓരോ കമ്പോണൻറ്റിൻ്റെയും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രയാണ് പ്രൊപ്പോർഷൻ വരുന്നത് അത് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യണം. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് വരുന്നത് C, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എത്രയാണ് ഓരോ കമ്പോണൻറ്റിൻ്റെയും കോസ്റ്റ് എത്രയാണ് വരുന്നത് അതും കൂടി നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് WC ചെയ്യാൻ, അതായത് വെയ്റ്റഡ് കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ C നമുക്ക് തന്നിട്ടില്ല, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്സും ദേ ആർ ഓൾ കോറിലേറ്റഡ്. നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത് നമുക്കത് 5th ചാപ്റ്ററിൽ അതിൻ്റെ യൂസേജ് വരും. ഇപ്പോൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ആദ്യം തന്നെ 5th നമ്മൾ തുടക്കം പഠിച്ചതാണ്. 5th ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പ്യൂട്ടേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ലിക്കേഷനാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി
ഷെയർ ക്യാപിറ്റലും അതേപോലെ ഡിബെഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് എത്രയാണ് ഇത് രണ്ടും കൂടി കാൽക്കുലേഷൻ ചെയ്താൽ മാത്രം മതി. പ്രിഫറൻസ് ഷെയറിന് എന്തായാലും 12% ആണ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഗ്രോത്ത് റേറ്റ് നമുക്ക് വരുന്നുണ്ട്. ഡിവിഡൻഡ് കൊടുക്കുകയും അതേപോലെ 5% ഗ്രോത്ത് റേറ്റ് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണം. ഡിബെഞ്ചേഴ്സിൻ്റെ ഓൾറെഡി കോസ്റ്റ് തന്നിട്ടുണ്ട്, പക്ഷേ ടാക്സേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ടാക്സ് കൂടി ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഫോർമുല KE = ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് G. ഒന്നുകൂടി പറയാം, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് G. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ദ കമ്പനി ഈസ് എക്സ്പെക്റ്റഡ് ടു ഡിക്ലെയർ എ ഡിവിഡൻഡ് ഓഫ് ₹9 പെർ ഷെയർ നെക്സ്റ്റ് ഇയർ. ഡിവിഡൻഡ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ദ ഇക്വിറ്റി ഷെയർ ഓഫ് ദ കമ്പനി ആർ കോട്ടഡ് അറ്റ് 102. 102 റുപ്പീസിനാണ് മാർക്കറ്റ് വാല്യൂവിൽ ഇക്വിറ്റി ഷെയർസ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കിനി വേണ്ട എന്താ, G ആണ്, ഗ്രോത്ത് റേറ്റ് ആണ്, അതും തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ദ കമ്പനി ഹാസ് രജിസ്റ്റേർഡ് എ ഡിവിഡൻഡ് ഓഫ് ഗ്രോത്ത് റേറ്റ് ഓഫ് 5% വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ അതിലും ഒരു ചേഞ്ച് വരുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫിഗേഴ്സും ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ഡിവിഡൻഡ് 9 ആണ്, മാർക്കറ്റ് പ്രൈസ് 102, ഗ്രോത്ത് റേറ്റ് 5. 9 ഡിവൈഡഡ് ബൈ 102 ഇൻറ്റു 100 പ്ലസ് 5%. 9 ഡിവൈഡഡ് ബൈ 102 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 8.82 പ്ലസ് 5% എന്ന് പറഞ്ഞാൽ 13.82% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നമുക്ക് ലഭിച്ചു. പ്രിഫറൻസിൻ്റെ കോസ്റ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 12%. നമുക്ക് ആവശ്യമുള്ളത് ഡിബെഞ്ചേഴ്സിൻ്റെ കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് I ഇൻറ്റു 1 - T നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 ആണ്. ഇവിടെ നമുക്ക് നെറ്റ് പ്രൊസീഡ്സിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ദെയർഫോർ ഡയറക്റ്റ്ലി I ഇൻറ്റു 1 - T മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. ടാക്സ് എന്ന് പറയുന്നത് 50% ആണ്. അത് നമ്മുടെ ഡാറ്റ, ഈ പറഞ്ഞ ഡാറ്റ നമ്മുടെ ഫോർമുലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 1 മൈനസ് 0.5, 15 നമുക്ക് വേണമെങ്കിൽ 0.5, 50 ഡിവൈഡ് ബൈ 100, 0.5 ആയിട്ട് നമുക്ക് എഴുതാം. Therefore 10 into 0.5 that is 5%. നമുക്കപ്പോൾ ഒരു പാർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇക്വിറ്റിയും പ്രിഫറൻസും ഡിബെഞ്ചേഴ്സിനും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തി. നെക്സ്റ്റ് പാർട്ടാണ് വെയിറ്റേജ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ കാൽക്കുലേഷൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെ. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രയാണ് ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ വരുന്നത് ഓർഗനൈസേഷൻ്റെ, അതിൻ്റെ ഓരോ ഷെയറിനും, ഇക്വിറ്റി ഷെയറിനും പ്രിഫറൻസ് ഷെയറിനും ഡിബെഞ്ചേഴ്സിനും വരുന്ന ഷെയർ വാല്യൂ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എത്രയാണ്. നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 15 lakhs ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ. 6 lakh plus 6 lakh plus 3 lakh 15 lakhs ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇത് ബേസ് ചെയ്തിട്ടാണ് ഓരോ കോമ്പൗണ്ടിൻ്റെയും പ്രൊപ്പോർഷൻ എത്രയാണ് കാൽക്കുലേഷൻ വരുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രൊപ്പോർഷൻ, ഇക്വിറ്റി ഷെയർ 6 lakh ഡിവൈഡഡ് ബൈ 15 lakhs ദാറ്റ് ഈസ് 0.4 അല്ലെങ്കിൽ 40%. പ്രിഫറൻസ് ഷെയർ 6 lakh ഡിവൈഡ് ബൈ 15 lakhs, സെയിം ഫിഗർ 0.4 or 40%. ഡിബെഞ്ചേഴ്സ് 3 lakh divided by 15 lakhs that is 0.2 അതല്ലെങ്കിൽ 20%. നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പോർഷൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊപ്പോർഷന് വേണമെങ്കിൽ ഡെസിമലായിട്ട് എഴുതാം, അതല്ലെങ്കിൽ പെർസെൻറ്റേജിൽ എഴുതിയാലും ഒരു കുഴപ്പവുമില്ല. ഇനി ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത പ്രൊപ്പോർഷൻസ് ശരിയാണോ തെറ്റാണോ എന്നിവ മനസ്സിലാക്കാൻ കൂടി ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഈ കാൽക്കുലേറ്റ് ചെയ്ത പ്രൊപ്പോർഷൻസിനെ ടോട്ടലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെന്നുള്ള വാല്യൂ ലഭിക്കണം, വാല്യൂ 1. അതല്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജിലാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് 100% ആണ് നമുക്ക് ലഭിക്കേണ്ടത്. ഈ ഒരു ക്വസ്റ്റിനെ തന്നെ നമുക്ക് നോക്കാം. ഇക്വിറ്റി ഷെയർ 0.4, പ്രിഫറൻസ് ഷെയർ 0.4, ഡിബെഞ്ചേഴ്സ് 0.2. 0.4 പ്ലസ് 0.4 പ്ലസ് 0.2 നമുക്ക് വാല്യൂ ലഭിക്കുന്നത് ₹1 അല്ലേ. പ്രൊപ്പോർഷൻ 1 ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് നമുക്ക് പെർസെൻറ്റേജിലാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് 40%, 20% ആയി എഴുതിയതെങ്കിൽ ഇതിൻ്റെ ടോട്ടലപ്പ് നമ്മൾ ചെയ്യുമ്പോൾ 40 + 40 + 20 ദാറ്റ് ഈസ് 100%. അപ്പോൾ കോമ്പോണൻസിൻ്റെ 4 കൂടി, അതായത് ഈ റീറ്റെയിൻ ഏണിങ്സ് നമുക്ക് തരികയാണെങ്കിലും പ്രൊപ്പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ കാൽക്കുലേറ്റ് ചെയ്ത പ്രൊപ്പോർഷൻസിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ 100% പെർസെൻറ്റേജിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡെസിമൽസിലാണ് എഴുതുന്നതെങ്കിൽ 1 വാല്യൂ 1 ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അങ്ങനെ ടോട്ടലപ്പ് ചെയ്താൽ നമുക്ക് വാല്യൂ 1 അല്ലെങ്കിൽ 100% ലഭിക്കുന്നതെങ്കിൽ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ കാൽക്കുലേറ്റഡ് പ്രൊപ്പോർഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, നമുക്കിപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ലഭിച്ചു.
വെയിറ്റേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡയറക്റ്റ്ലി വെയ്റ്റഡ് കോസ്റ്റ് W ഇൻറ്റു സി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് WACC. സോഴ്സ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് കോസ്റ്റ് വെയ്റ്റഡ് കോസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് പ്രിഫറൻസ് ക്യാപിറ്റൽ നമുക്ക് നോക്കാം. 12% പ്രിഫറൻസ് ക്യാപിറ്റൽ, മാർക്കറ്റ് വാല്യൂ 6 lakhs ആണ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ വെയിറ്റ് 0.4 ആണ്, നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് 12% ഡയറക്റ്റ്ലി കോസ്റ്റിന് തന്നിട്ടുണ്ട്. വെയ്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് W ഇൻറ്റു സി 0.4 ഇൻറ്റു 12 ദാറ്റ് ഈസ് 4.8. ഇക്വിറ്റി ക്യാപിറ്റൽ 6 lakhs ആണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എന്ന് പറയുന്നത് 0.4 നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് 13.82 അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദെയർഫോർ വെയ്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.4 ഇൻറ്റു 13.82 ദാറ്റ് ഈസ് 5.53. നെക്സ്റ്റ് ആണ് ഡിബെഞ്ചേഴ്സ്. 3 lakhs ആണ് മാർക്കറ്റ് വാല്യൂ വെയിറ്റ്. വെയിറ്റേജിലെ പ്രപ്പോർഷൻ 0.2 ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 5%. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റിൽ നിന്ന് ടാക്സും കൂടി കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് 5%. ദെയർഫോർ 0.2 ഇൻറ്റു 5 ദാറ്റ് ഈസ് 1. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കാൽക്കുലേഷൻ ഇതിൽ വരുന്നില്ല. ക്വസ്റ്റിനിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് നമുക്ക് തന്നിട്ടില്ല. ദെയർഫോർ ദാറ്റ് ഈസ് നിൽ. ദെയർഫോർ ദ വെയ്റ്റഡ് കോസ്റ്റ് സിഗ്മ എടുക്കുമ്പോൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ലഭിക്കുന്നു 4.8 പ്ലസ് 5.53 പ്ലസ് 1. ഈ മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് 11.33% ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത്. ഒന്നില്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ടാവില്ല, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറിൻ്റെ അതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ എങ്ങനെ നമുക്ക് തറവായിട്ട് അറിയണം, അതിൻ്റെ ഫോർമുലാസ് നമുക്ക് അറിയണം. അതേപോലെ തന്നെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചിലപ്പം റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടാവില്ല, നില്ല അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിലും നമ്മൾ ഇക്വിറ്റി ഷെയറിനെ ബേസ് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ബേസ് ചെയ്തിട്ട് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ പ്രപ്പോർഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയൊക്കെ നമുക്ക് മാക്സിമം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതോടെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് പോവാം. താങ്ക് യു ഓൾ.